ക്ലാസിക്കിലേക്ക് സ്വാഗതം. ഒരിക്കൽ തിരക്കഥാകൃത്ത് ലോഹിതദാസ് കടപ്പുറത്തുകൂടി നടക്കുകയായിരുന്നു. ആ നടപ്പ് വെറുതെയല്ല. ഭരതന്റെ നിർദ്ദേശപ്രകാരം സിനിമയ്ക്ക് പറ്റിയ ഒരു കഥ തേടിയുള്ള നടപ്പായിരുന്നു അത്. പലതും കണ്ണിൽ വന്നുടക്കിയെങ്കിലും ഒന്നിനും ജീവിതത്തിന്റെ ഗന്ധമില്ലാത്തതുകൊണ്ട് അതിനെയൊക്കെ അദ്ദേഹം അവഗണിച്ചു. എന്നാൽ അന്നൊരിക്കൽ കടപ്പുറത്തുകൂടി തിരമാലകളെ നോക്കി അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു ചെറിയ കുട്ടിയെ അതിന്റെ അച്ഛൻ വടികൊണ്ട് തല്ലുകയും വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. കടപ്പുറം നിരങ്ങാണ്ട് പിള്ളാര് 4 അക്ഷരം പഠിക്കാനെ കൊണ്ട് പള്ളിക്കൂടത്തിൽ പോണം. ആ കുഞ്ഞിനെ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അയാൾ പുലമ്പുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി കടപ്പുറം ചുറ്റി നടക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. മീൻകാരിയായി മാറുന്നത് അദ്ദേഹത്തിന് സങ്കല്പിക്കാനേ കഴിയില്ല. എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ തല്ലുന്നത്? ആരോ ആ അച്ഛനോട് നീരസത്തോടെ ചോദിച്ചു. ഞാൻ ഈ കടലിൽ പോയി കഷ്ടപ്പെടണത് ഇവളെ പഠിപ്പിക്കാനാണ്, അല്ലാതെ മീൻ വിൽക്കാനല്ല. ഒറ്റയ്ക്കാണ് പോണത്, എന്തിനാണ്? അയാൾ ചോദിച്ചു. ഒറ്റയ്ക്ക് പോയാ അന്നൊന്ന് വീട്ടിൽ വരാം. എന്റെ കുഞ്ഞിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ അച്ഛന്റെ വാക്കുകൾ മുറിഞ്ഞു. പക്ഷെങ്കിൽ എവക്ക് പഠിക്കാൻ വയ്യ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ വെയിൽ കൊള്ളണത്? അങ്ങനെ കടപ്പുറം ഭാഷയിൽ ആ അച്ഛൻ അയാളുടെ വേദനകൾ മറ്റേയാളോട് പറയുന്നത് ദൂരെ നിന്ന് ലോഹിതദാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ കഥയുടെ ചെറിയ ഇടിമുഴക്കം അനുഭവപ്പെട്ടു. പിന്നീട് ആ അച്ഛന്റെയും മകളുടെയും ഇടയിലേക്ക് പലരും കടന്നു വന്നു. ആ അച്ഛന് ഒരുറ്റ ചങ്ങാതിയുണ്ടായി, കൊച്ചുരാമൻ. ആ കഥ അങ്ങനെ വികസിച്ച് ഒരു ഇതിഹാസ ചലച്ചിത്ര കഥയായി മാറി. ഭരതനാണ് ലോഹിതദാസിനോട് കടലിനെ പശ്ചാത്തലമാക്കി ഒരു കഥയുണ്ടാക്കാൻ പറയുന്നത്. ആദ്യമൊക്കെ ലോഹിതദാസ് പല കഥകളും ഭരതന് പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഒന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അതിന് ഒരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ലോഹിതദാസ് ആരുടെയെങ്കിലും മുന്നിൽ കഥ പറയുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നില്ല. ഇത് തുടർക്കഥയായപ്പോൾ ഭരതന് ലോഹിതദാസിനോട് നീരസം തോന്നി. പിന്നീട് ഭരതന്റെ സമാധാനത്തിനു വേണ്ടി ലോഹിതദാസ് ഒരു കഥ തട്ടിക്കൂട്ടിയെങ്കിലും അത് ലോഹിതദാസ് തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് കടപ്പുറത്തു നിന്നും ആ അച്ഛനെയും മകളെയും ലോഹിതദാസിനെ കിട്ടുന്നത്. ഒരു കഥാകാരന് ഒരു തീപ്പൊരി മതി ഒരു അഗ്നികുണ്ഠമാക്കാൻ. ലോഹിതദാസ് അത് ആവർത്തിച്ചു. പലരുടെയും ജീവിതചര്യകൾ ആ കഥയിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ അതൊരു ചരിത്ര കഥയായി മാറി. നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു മമ്മൂട്ടിയുടേത്. വർണ്ണാഭമല്ലാത്ത ഒരു നായകനും ആർക്കും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭാഷണ ശൈലിയും ആ സിനിമയിൽ ഉള്ളതുകൊണ്ട് 100% അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അന്നത്തെ സിനിമാ നിരൂപകർ വിലയിരുത്തി. സിനിമയിലെ സംഭാഷണ ശൈലി പ്രശ്നമാകുമോ എന്ന് മമ്മൂട്ടി പോലും ഭയന്നിരുന്നു. ആദ്യ കോപ്പി പുറത്തിറങ്ങിയപ്പോൾ സിനിമയിലെ ചില സുഹൃത്തുക്കളെ ഇത് കാണിച്ചു. നരച്ച മുടി, കടപ്പുറം ഭാഷ, ഇതൊക്കെ അവർ കണ്ടെത്തിയ കുറ്റങ്ങളായിരുന്നു. ഇതൊക്കെ കേട്ട് ഇന്നത്തെ MLA-യും അന്നത്തെ നിർമ്മാതാവുമായിരുന്ന മഞ്ഞളാംകുഴിയേലി ആകെ നിരാശനായി. ധനനഷ്ടമാകുമോ എന്ന് അദ്ദേഹം ഭയന്നു. തിരുവനന്തപുരത്തേക്കുള്ള പെട്ടി മഞ്ഞളാംകുഴിയേലി നേരിട്ടെത്തിച്ചു. 10 മണി ഷോ. ചെറുപ്പക്കാരായിരുന്നു അധികവും. തിയേറ്റർ മെല്ലെ മെല്ലെ നിറഞ്ഞു. കടലോരത്തെ ചെറ്റക്കുടലിൽ അച്ചൂട്ടി ചോറുണ്ണുന്ന രംഗം. അച്ചൂട്ടി വലിയ ഉരുളകളാക്കി മുത്തേ ഇച്ചിരി കൂട്ടാന്റെ ചാറിങ്ങെടുത്ത് എന്ന കടപ്പുറം ശൈലിയിലുള്ള ആദ്യത്തെ സംഭാഷണം പുറത്തു വന്നു. അലിയുടെ നെഞ്ച് പടപടായിടിച്ചു. കടപ്പുറത്തിന്റെ തിരയിളക്കമുള്ള ഭാഷ നാട്ടുകാർ സ്വീകരിക്കുമോ എന്ന ചിന്തയ്ക്ക് തീപിടിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഹർഷാരവം മുഴങ്ങി. പൂമാലകൾ പാറി നടന്നു. സിനിമ വിജയിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷം ആവേശം കൊണ്ട് തിയേറ്ററിൽ കിടന്ന് മഞ്ഞളാംകുഴിയേലി ആനന്ദ നൃത്തമാടി. മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു അച്ചൂട്ടി. മമ്മൂട്ടിയും മുരളിയും മത്സരിച്ചായിരിക്കണം അതിൽ അഭിനയിച്ചിരുന്നത്. കൊച്ചുരാമന്റെയും ഭാർഗവിയുടെയും മകനായ രാഘവനാണ് മറ്റൊരു തീക്ഷ്ണ കഥാപാത്രം. ഒരിക്കലും അശോകൻ എന്ന നടനിൽ നിന്നും ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകടനം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഗംഭീരമായാണ് രാഘവനെ അശോകൻ അവതരിപ്പിച്ചത്. ആദ്യം രാഘവനായി ഭരതൻ നിശ്ചയിച്ചിരുന്നത് വൈശാലിയിലെ ഋഷിശൃംഗനെ അവതരിപ്പിച്ച സഞ്ജയ് മിശ്രയായിരുന്നു. എന്നാൽ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം വരാതായപ്പോഴാണ് രാഘവൻ അശോകനിലേക്ക് സന്നിവേശിച്ചത്. സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളിൽ അച്ചൂട്ടിയും കൊച്ചുരാമനും ഭാർഗവിയും കാട്ടിക്കൂട്ടിയ ജീവിതം ഒരിക്കലും മറക്കാൻ കഴിയില്ല. വ്യക്തിപരമായി കൊച്ചുരാമനെ ആവാഹിച്ച മുരളിയുടെ മായാജാലമാണ് എനിക്കേറെ ഇഷ്ടമായത്.
അച്ചൂട്ടിയെയും കൊച്ചിരാമനെയും ആ ക്ലൈമാക്സ് രംഗത്തിൽ നിറമിഴികളോടെയല്ലാതെ നമുക്ക് കണ്ടിരിക്കാനാവില്ല. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ മാസ്മരിക സംഗീതം, യേശുദാസിന്റെയും ചിത്രയുടെയും ലതികയുടെയും കണ്ഠമനോഹാരിത. ഈ സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ഭരതൻ തന്നെയായിരുന്നു. എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളുള്ള ലോഹിതദാസ് രചന നിർവഹിച്ച ഭരതന്റെ 137 മിനിറ്റുകളുള്ള ക്ലാസിക് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം അമരം. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേള തന്നൊമ്പരം, ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനുമിണയഴകാമെന്ന് അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ.